പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ആശങ്കയിലാണ് അതിർത്തി മേഖലയിലെ സ്കൂളുകൾ. പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് നേരെ പോലും ഭീകരവാദി ആക്രമണം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് അതിർത്തി മേഖലയിലെ സ്കൂളുകളിൽ ആശങ്ക പടരുന്നത്. പല സ്കൂളുകളിലും കുട്ടികളുടെ സുരക്ഷയ്ക്കായി ബങ്കറുകൾ ഒരുക്കിയിട്ടുണ്ട്. പൂഞ്ചിലെ നിയന്ത്രണരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള ബാലാക്കോട്ട് സർക്കാർ LP സ്കൂളിൽ നിന്ന് 24 വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട്. അവിടെയും സ്കൂൾ കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് ബങ്കറുകൾ ഒരുക്കിയിട്ടുണ്ട്. പൂഞ്ചിലെ ബലാക്കോട്ടിലെ സർക്കാർ LP സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അവസാനത്തെ സ്കൂളാണ്. ഇവിടെ ഈ സ്കൂളിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്താണ് നിയന്ത്രണ രേഖ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യന്തം അപകടകരമായ ഒരു പ്രദേശം കൂടിയാണ് ഇത്. വർഷങ്ങളായി പാകിസ്ഥാന്റെ ഷെല്ലിംഗ് ഈ മേഖലയിലേക്ക് ഉണ്ടായിരുന്നു. ഈ സ്കൂളിലും പരിസരത്തും സ്കൂളിന് സമീപമുള്ള ഗ്രൗണ്ടിലും മറ്റും രാവിലെ എത്തുമ്പോൾ ഷെല്ലുകൾ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പകൽ പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിതി കൈസയാണ്? सर स्थिति तो ठीक ही है, लेकिन हालात को देखकर जहाँ तक हमें लगता है कि हमारे बच्चे बिल्कुल यहाँ पे सेव नहीं है। क्योंकि यहाँ पे जो हमारा बैंकर बना हुआ है, इस बैंकर में कोई फैसिलिटी नहीं है। अगर कहीं शेलिंग हो सकती है तो हमारे बच्चे इस बैंकर में सेफ बिल्कुल नहीं है। यहाँ ना तो स्कूल में पानी की प्रॉब्लम भी है, सबसे बड़ी प्रॉब्लम यह है यहाँ पे लाइट नहीं है हमारे पास। तो हम बच्चों को कहाँ लेके जाएंगे? अगर हमारे पास यहाँ कहीं शेलिंग अचानक हो जाती है तो हमारे पास ऐसा बैंकर नहीं है सेफ जिसमें हम बच्चों को इकट्ठा करके बैठा सकते हैं। ठीक है सर, हम तो ठीक है, लेकिन हालात कुछ खराब ही चल रहे हैं शायद। तो ये मैं आपको बताता चलूँ कि ये बालाकोट का 0 लाइन एरिया है और इसमें हमारा ये लास्ट स्कूल यही है। इसके आगे हमारे हिंदुस्तान की फौज है जो वो उनकी पोस्टें हैं और कोई घर कोई कुछ नहीं है। तो आप आए हैं हमारे स्कूल में, हमारे इस बालाकोट के एरिया में है स्कूल का बहुत बार अटैक हुआ, शेलिंग होती रही और लास्ट टाइम हमारे बच्चे यहाँ अंदर ही होते रहे और शेलिंग होती रही। तो हमारी फ़ौज ने हमें 3, 4, 5 बार हमें यहाँ से स्कूल से लिफ्ट किया और हमारी जानें बचाई और हमारे बच्चों को बचाया। बाद 2020-2019 में ये बैंकर बना और जब से बैंकर बना आप इसकी हालत देखो, यहाँ कोई बेसिक फैसिलिटी नहीं है, पानी नहीं है, पाइपें आप देख लो कि जहाँ लगी हैं सूखी पड़ी हैं। कोई बाथरूम अगर कनेक्ट किया है, गवर्नमेंट ऑफ इंडिया ने बहुत कुछ किया है। ഇവിടെ ബങ്കർ നിർമ്മിച്ചത് 2022-ലാണ്. എന്നാൽ മതിയായ സൗകര്യങ്ങൾ ആ ബങ്കറിൽ ഇല്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു എങ്കിൽ പോലും ഇതൊരു ഡിജിറ്റൽ സ്കൂളാണ്. എന്നാൽ ഇവിടെ ഇപ്പോഴും ഈ ബങ്കറിലോ സ്കൂളിലോ ഇതുവരെ വൈദ്യുതി എത്തിയിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം വെള്ളമില്ല. ബങ്കർ ഈ 40 കുട്ടികൾക്ക് കഴിയുന്ന രീതിയിൽ മറ്റ് ബാത്റൂം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ താഴെയാണ് കുട്ടികൾക്ക് താമസിക്കേണ്ടി വന്നാൽ താമസിക്കുന്നതിനുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 2 മുറികളാണ് ഈ ബങ്കറിൽ ഒരുക്കിയിരിക്കുന്നത്. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച് 40ഓളം കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു ആക്രമണ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ബങ്കർ സംവിധാനം ഒരുക്കിയിരിക്കുന്നുവെങ്കിലും വൈദ്യുതിയും വെള്ളവും ഇപ്പോഴും ഇവിടെ എത്തിച്ചിട്ടില്ല. ഈ ഒരു പഹൽഗാമിന് ശേഷമുള്ള സാഹചര്യത്തിലും ഈ ഒരു ബങ്കറിൽ ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്താൻ അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കമുള്ളതിനാൽ തന്നെ വലിയ ആശങ്ക ഈ അധ്യാപകർക്ക് ഈ ഒരു പഹൽഗാമിന് ശേഷം ഉണ്ട്. ഇവിടെ എന്നാൽ മതിയായ സൗകര്യങ്ങളില്ലെങ്കിൽ പോലും ഉള്ള സൗകര്യങ്ങൾ വൃത്തിയാക്കി ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വിദ്യാർത്ഥികളെ സുരക്ഷിതമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ഈ ബങ്കറിൽ അധ്യാപകർ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ ആശങ്ക അതിർത്തിയിലെ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഉൾപ്പെടെ ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. പൂഞ്ചിലെ ബലാക്കോട്ടിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.